ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൂസ് കിച്ചൻ. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു കോക്കനട്ട് ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റിയുമാണ്, കൊച്ചു കുട്ടികൾ വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ലഡ്ഡു ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിൽ അഡീഷണലായിട്ട് ഞാൻ ബദാം പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ബാക്കി എല്ലാ സാധനവും വീട്ടിൽ കിട്ടുന്നതിന് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സാധനമാണ്. നമുക്ക് കോക്കനട്ട് ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു തേങ്ങ ഇളക്കിയിട്ട് സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ മാറ്റി വെറും വൈറ്റ് മാത്രമായിട്ട് ഞാൻ മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് വറുത്തരച്ച തീയലിനൊക്കെ നമ്മൾ ചെറുതായിട്ട് ചിരകൂല് അതേപോലെ എടുത്തിട്ടുണ്ട്. ബട്ട് ആ ബ്രൗൺ കളർ മാറ്റിയിട്ടാണ് മിക്സിയിലിട്ട് ഞാൻ ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കോട്ടിങ് ചെയ്യാനായിട്ട്. ഇനി ആവശ്യം, ഞാൻ ഒരു ബൗൾ കോക്കനട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ഹാഫ് ബൗൾ ഷുഗർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ആൾറെഡി കോക്കനട്ട് സ്വീറ്റാണ്, സോ ഹാഫ്. എന്നിട്ട് ഞാൻ ഇത് കാണിക്കുന്നത് ബദാം പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ബദാം പൗഡർ ചേർക്കാം, കാഷ്യൂനട്ട് പൗഡർ ചേർക്കാം. പിന്നെ 1/4 കപ്പ് പാല്, കാച്ചിയ പാല് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു കളർ കിട്ടാനായിട്ട് അതിൽ ശകലം ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഏലക്ക, അതുകൂടാതെ തന്നെ ഒരു സാധനം നെയ്യ് നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റില്ല, അതിൽ മിക്സ് ചെയ്യുന്നതനുസരിച്ച് നെയ്യ്. എന്തായാലും ഒരു 50 ഗ്രാം നെയ്യ് ഉണ്ടായാൽ മതിയാവും ഒരു ബൗൾ കോക്കനട്ടിന്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് ആയാലും മതി, അടി പിടിക്കുന്ന ഉള്ളവർക്ക് നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഡെസേർട്ട് കോക്കനട്ട് എന്നൊക്കെ പറയൂലേ, കുറച്ച് തരിതരിയായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറിക്കിട്ടി. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു മണം വന്ന് തുടങ്ങും. ആ മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമുക്ക് ചേർക്കേണ്ടത്, ഇപ്പോൾ ഇതാ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ ബദാം പൗഡർ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ബദാം ഒന്നിട്ട് അതൊരു 1 മിനിറ്റ് വേണ്ട, 1/2 മിനിറ്റ് മതി, ഒന്ന് അതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ബദാം ഒന്ന് ചൂടായി കിട്ടാനാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർക്കുമ്പോൾ ശകലം മെൽറ്റായി തുടങ്ങുമ്പം തേങ്ങയും ബദാമും ഷുഗറും ഒന്ന് അലിഞ്ഞ് യോജിച്ച് ചേർക്കണം. അതിനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കണം, തീ കുറച്ച് വയ്ക്കണം. മെൽറ്റ് ആവുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഏലക്ക പൗഡർ അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു കളർ ചേഞ്ചസ്. അതായത് ഈ ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് അതിൽ ചേർത്ത് കൊടുക്കാം. ഇത് പ്യുവർ പാലായിട്ട് ഒഴിക്കാം, പ്ലെയിൻ മിൽക്കായിട്ടും. ഒരു കളർ കിട്ടുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് തോന്നുമല്ലോ, അതുകൊണ്ട് ശകലം ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. അതിങ്ങനെ മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഞാൻ വീണ്ടും കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഈ പാലും പഞ്ചസാരയും തേങ്ങയും ഏലക്കയും ബദാം എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റാവും, വളരെ ചെറുതായിട്ട്. ഒന്ന് ഹാർഡാവില്ല, ഇതാകണ്ടല്ലോ, അൽവ പോലെ ഈ പദത്തിലാവും. അപ്പം നമുക്കിനി ഓഫ് ചെയ്ത് 10 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. ചൂടോടുകൂടി നമുക്ക് ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. ലാസ്റ്റായിട്ട് ഞാൻ ശകലം കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി.
അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയി കഴിഞ്ഞു. 10 മിനിറ്റ് ആയില്ല, 5 മിനിറ്റ് ആയതേ ഉള്ളൂ. തണുത്ത് കഴിഞ്ഞു. ഞാനിത് ബോൾസാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം റെഡിയാക്കാം. അപ്പോൾ ബോൾ എടുത്ത് ആ കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത് ചെറുതായിട്ട് എടുക്കാം, വലുതായിട്ട് ലഡു സൈസിൽ വലുതായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് മിഠായി സൈസിലെടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുക. കൈ ഒട്ടും എന്ന് തോന്നുകയാണെങ്കിൽ ശകലം നെയ്യ് കയ്യിൽ പുരട്ടിയിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇനി ഈ തേങ്ങയിൽ കോട്ട് ചെയ്യാതെ പ്ലെയിനായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും. അങ്ങനെയും വയ്ക്കാം. ഞാൻ അങ്ങനെയും വെച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് അത്രയും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും റെഡിയാക്കി കഴിഞ്ഞു. ഒരു ഹാഫ് സൈഡിൽ തേങ്ങയിൽ കോട്ട് ചെയ്തതാണ്, ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് തേങ്ങ അല്ലാതെ കോട്ട് ചെയ്തതാണ്. രണ്ടിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതിൽ കുറച്ച് കാണാം വൈറ്റും കൂടെ കളർ മിക്സ് ആയിരിക്കും, മറ്റേത് പ്ലെയിൻ ആയിട്ടിരിക്കും. ഇതൊരു 10 മിനിറ്റ് കൂടെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റാവും. എന്തായാലും ഉറപ്പിച്ചിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് ആ കല്ല് പോലെ ഇരിക്കില്ല, നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് വായി ഇടുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞു പോകും. ഇത് ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിച്ചാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണ്. എന്താണ് തേങ്ങയും പഞ്ചസാരയും അല്ലേ എന്ന് ചിന്തിക്കല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റിയലി ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് പറയുക. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ തരിക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, signing off, Kichu's Kitchen. Bye. Once again, Happy New Year and Happy Pongal to all.